താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന എന്നാണ് ചോദ്യം. ഒന്ന് വായിച്ച് കുറച്ചൊക്കെ ചിന്തിക്കാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. തൈറോക്സിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ആണെന്നും അത് നമ്മുടെ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രമല്ല എന്നും നിങ്ങൾക്ക് അറിയാം. അത് നമുക്ക് വെട്ടിക്കളയാം. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രധാനപ്പെട്ട സ്ത്രീ ഹോർമോണുകളാണ്. അത് ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതല്ല. ഈ സ്ത്രീകളില് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾക്കും മറ്റുമൊക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകളാണ്. ഗർഭകാലത്ത് മാത്രമല്ല. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആലോചിക്കുന്നവർക്ക് എഴുതാം HCG ആണ് അല്ലെങ്കിൽ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണെന്നുള്ള കാര്യം എഴുതാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ് ആൻസർ. ഓക്കെ അല്ലേ കുട്ടികളെ? ശരിയാക്കിയോ നിങ്ങൾ? ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻ നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. തൈറോക്സിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൈറോക്സിൻ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. അത് ഈ സമയത്ത് മാത്രമല്ല, ഗർഭകാലത്ത് മാത്രമല്ല. പ്രസവിച്ച പെമ്പിള്ളേർക്ക് വരെ തെറ്റി. 2ഉം 3ഉം പ്രസവിച്ച പെമ്പിള്ളേർക്ക് വരെ തെറ്റിയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അത് വേറെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ. തൈറോക്സിൻ അല്ല എന്ന് ചിന്തിക്കാം. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കേട്ടോ. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ. ഓക്കെ. അത് നമ്മൾ ആലോചിക്കുമ്പോൾ കുട്ടികളിൽ ദ്വിതീയ ലൈംഗിക സവിശേഷതയ്ക്കും മറ്റും പെൺകുട്ടികളിൽ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സ്ത്രീ ഹോർമോണുകളാണ് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ. ഗർഭകാലത്ത് മാത്രമല്ല. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വന്നു കാണും, അതായത് നമ്മുടെ ഈ പറയുന്ന എംബ്രിയോ നമ്മുടെ യൂട്രസിൽ നിലനിർത്താൻ സഹായിക്കുന്നത് പ്രൊജസ്റ്ററോൺ ആണെന്നുള്ള ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എംബ്രിയോ നമ്മുടെ യൂട്രസിൽ നിൽക്കാനായി സഹായിക്കുന്ന പ്രൊജസ്റ്ററോൺ ആണെന്നൊരു പോയിന്റ് നിങ്ങൾ പഠിച്ചു കാണും SCRT-യിൽ. അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് അത് വെച്ചിട്ട് ചിലർക്ക് ഡൗട്ട് വന്ന് കാണും. ഓക്കെ. എന്തായാലും ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ അല്ലേ വളരെ? ഓക്കെ. ഹോർമോൺസ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണ്ട്. ഇപ്പൊ സമയം തീരെ അറിയാം, 35 കൊണ്ട് എത്തിക്കാം. ശരി. ജലദോഷത്തിന് കോമൺ കോൾഡിന് കാരണമായ രോഗകാരി ഏതെന്നാണ് ചോദ്യം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് പിള്ളേരെ. ഏതാണ്? റൈനോ വൈറസ് അല്ലേ? ഇതൊക്കെ പണ്ട് തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഡൗട്ട് വന്നു, അത് ഞാൻ പറഞ്ഞില്ല. അത് ആ ഒരു പോയിന്റിൽ ചിലർക്ക് പലർക്കും ഡൗട്ട് വരും, പ്രൊജസ്ട്രോൺ ആണെന്നുള്ള ഡൗട്ട് വരും. റൈനോ വൈറസ്. ഓക്കെ. അടുത്ത് യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധി വീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നത് ഏതാണ്? അതും എഴുതാൻ പറ്റുന്നതാണ്. യൂറിക് ആസിഡ്, നമ്മുടെ സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗം ഏതാ കുട്ടികളെ? സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് ഗൗട്ടാണെന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലം സന്ധി വീക്കം ഉണ്ടാവുകയും ഭയങ്കരമായ വേദന, ഒരു നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ് ഇതിന്റെ വേദന. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛന് തിരക്കിലേക്ക് വരും ഈ ഗൗട്ട് എന്ന പ്രോബ്ലം. ഓക്കെ. ഞാൻ ക്ലാസ് എടുത്തത് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് ഗൗട്ട് എന്നൊരു പ്രോബ്ലം ഉണ്ട്, അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് എന്നുള്ളൊരു കാര്യം. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾ മറക്കരുത്, പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണെങ്കിലോ, പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണെങ്കിലോ അത് ഏത് രോഗമാണ് പിള്ളേരെ? ആർത്രൈറ്റിസ്, സന്ധിവാതം. അത് പറഞ്ഞുതരാം. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് രോഗമല്ല, ഒരു അവസ്ഥയാണ്. പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതിന്റെ ആ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നതാണ് മസിൽ ഫറ്റീഗ് എന്ന് പറയും. എന്താ പിള്ളേരെ? മസിൽ ഫറ്റീഗ് എന്ന് പറയും. മസിൽ ഫറ്റീഗ് അല്ലെങ്കിൽ നമ്മൾ അതിനെ മലയാളത്തിൽ പേശീക്ലമം എന്ന് പറയും കേട്ടോ. മസിൽ ഫറ്റീഗ് അല്ലെങ്കിൽ പേശീക്ലമം എന്ന് പറയും. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ്. സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്ന ആ ഒരു അവസ്ഥയെ പറയുന്നത് ഗൗട്ട്. പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്ന, അതായത് നമ്മൾ ഈ കഠിനമായി അധ്വാനിക്കുന്ന സമയത്ത് പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്ന ആ ഒരു കണ്ടീഷനെയാണ് മസിൽ ഫറ്റീഗ് അല്ലെങ്കിൽ പേശീക്ലമം എന്ന് പറയുന്നത്. ഓക്കെ. ടെറ്റനി, ഞാൻ പറയുന്നു, ടെറ്റനി പേശികളെ ബാധിക്കുന്ന രോഗമാണ്. ശരിയോ തെറ്റോ? ടെറ്റനി പേശികളെ ബാധിക്കുന്ന രോഗമാണ്. ശരിയോ തെറ്റോ? പറഞ്ഞ പിള്ളേരെ, ടെറ്റനി പേശികളെ ബാധിക്കുന്ന രോഗമാണ്. ശരിയോ തെറ്റോ? അത് ശരിയോ തെറ്റോ എന്ന് പറയടേ.
നോയാ? തെറ്റ്. എന്നാൽ ശരിയാണ് കേട്ടോ. പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. പേശികളെ ബാധിക്കുന്ന രോഗമാണ് ഏത് പിള്ളേരെ? ടെറ്റനി. ഇനി ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. ടെറ്റനി ഒരു ബാക്ടീരിയ രോഗമാണ്. ശരിയോ തെറ്റോ? ടെറ്റനി ഒരു ബാക്ടീരിയ രോഗമാണ്. ശരിയോ തെറ്റോ? ടെറ്റനി ഒരു ബാക്ടീരിയ രോഗമാണ്. ശരിയോ തെറ്റോ? എന്നാൽ അത് തെറ്റാണ്. ബാക്ടീരിയ രോഗം ടെറ്റനസ് ആണ് കേട്ടോ. ബാക്ടീരിയ രോഗം ടെറ്റനസ് ആണ്. ടെറ്റനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ കുറവ് മൂലം പേശികളെ ബാധിക്കുന്ന രോഗമാണ്. കാൽസ്യത്തിന്റെ കുറവ് മൂലം പേശികളെ ബാധിക്കുന്ന രോഗമാണ് ഏത് കുട്ടികളെ? ടെറ്റനി. മനസ്സിലായ? കാൽസ്യത്തിന്റെ കുറവ് മൂലം പേശികളെ ബാധിക്കുന്ന രോഗമാണ് ഏത്? ടെറ്റനി. ഓക്കെ അല്ലേ? ടെറ്റനസ് എന്ന് പറഞ്ഞാൽ അതാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പേരുള്ള ഒരു ബാക്ടീരിയ കാരണം നമ്മളെ പേശികളെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ടെറ്റനസ്. ടെറ്റനസ് രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേര് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഇവിടെ ബാക്ടീരിയയുടെ പേരില് ടെറ്റനി ഉണ്ട്. ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഓക്കെ അല്ലേ? ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഇനി നമ്മുടെ പേശികളെ ബാധിക്കുന്ന കാൽസ്യത്തിന്റെ കുറവ് മൂലം പേശികളെ ബാധിക്കുന്ന രോഗമാണ്, പേശികളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. അത് വേറെ ടെറ്റനി, ഇത് വേറെ ടെറ്റനി. രണ്ട് ടെറ്റനിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കൂടെ ചെയ്തിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓക്കെ, നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, ഫീമെയിൽ അനോഫിലസ് കൊതുക് അല്ലേ? ഫീമെയിൽ അനോഫിലസ് കൊതുക്. ഫീമെയിൽ ക്യൂലെക്സ് കൊതുക് കൂടെ പഠിച്ചിരിക്കുക. ഫീമെയിൽ ക്യൂലെക്സ് കൊതുകാണ് മന്ത് പരത്തുന്നത് കേട്ടോ. ഫീമെയിൽ ക്യൂലെക്സ് കൊതുക്, ഫീമെയിൽ അനോഫിലസ് കൊതുക് കേട്ടോ. ഏതോ ഒരു സ്ത്രീ വിരോധിയുടെ ക്വസ്റ്റ്യൻ ആണ് ഫീമെയിൽ കേട്ടോ. സാധാരണ അനോഫിലസ് എന്നിട്ട് പെൺകൊതുകളും ചെറുതായിട്ട്, ഇവിടെ ആദ്യമേ ഫീമെയിൽ അനോഫിലസ് കൊതുക് എന്ന് കിട്ടിയിട്ട് നിങ്ങൾ അപമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫീമെയിൽ അനോഫിലസ് കൊതുക് മലേറിയയും, ഫീമെയിൽ ക്യൂലെക്സ് കൊതുക് മന്ത്. ഓക്കെ, മാറിപ്പോവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെ ക്രിസ്ത്യൻത്തിന്റെ കോഡ് ഓർക്കുക. മന്തി വാങ്ങാനായി നമ്മൾ ക്യൂ നിന്നു. അപ്പൊ ക്യൂലെക്സ് മന്ത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമുക്ക് തോന്നിയില്ലേ? പദ്ധതി കണ്ടപ്പോ എനിക്ക് തോന്നി പാർട്ടിക്കാരനാണെന്ന്. ഓക്കെ, ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നി ഒരു പുരുഷ വിരോധിയാണെന്നല്ലേ? ഓക്കെ, പാർട്ടിയിലെ ബുദ്ധിജീവികൾ കല്യാണം കഴിക്കാറില്ല. ഓക്കെ, അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്? നമുക്കപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുത്ത സെഷനിൽ കാണാം. ഇപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. തേപ്പ് കിട്ടിയിട്ടായിരിക്കും. തേപ്പ് കിട്ടാത്ത ആരുടെ? ഈ ലോകത്തിൽ തേപ്പ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ തേപ്പ് കിട്ടിക്കാണും. ഓക്കെ അല്ലേ? ആ തേപ്പിൽ നിന്ന് ചിലർ പാഠം പഠിച്ച് മുന്നോട്ട് വരും. ചിലരെന്ത് ചെയ്യും? ആ തേപ്പം പറഞ്ഞുകൊണ്ട് ജീവിതകാലം മൊത്തം നശിപ്പിക്കും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഓക്കെ, ശരി. ഇങ്ങനത്തെ ലൈഫ് ടിപ്സിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ, ശരി. ഓക്കെ, ബൈ.